ജയ് സച്ചിദാനന്ദ. ജയ് സച്ചിദാനന്ദ. മാതാജി, ഒരു വശത്ത് ലൗകികം, അതിൻ്റെ കൂടെ മറ്റൊരു ഭാഗത്ത് ബുദ്ധിയുമുണ്ട്. കുടുംബസ്ഥർ എല്ലാവരും ലൗകികത്തെപ്പറ്റി സ്വയം സൃഷ്ടിക്കുകയാണ്. ആദ്യം അവർ വളരുന്നു, എഡ്യൂക്കേഷൻ പൂർത്തിയാക്കുന്നു, കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു, അതിനുശേഷം കുട്ടികളുണ്ടാവുന്നു, അതിനുശേഷം അവർ പഠിപ്പിക്കണം എന്ന വകയിൽ ഒരു റൗണ്ട് വരുന്നു, സ്വന്തം കാര്യം മറന്നുപോകുന്നു. രാവും പകലും ഇത് തന്നെ, അതേ ക്വസ്റ്റ്യനാണ് ഇവിടെയും ചോദിക്കുന്നത്. ഇതിൽ മെയിൻ എന്താണെന്ന് വെച്ചാൽ അവർക്ക് വയസ്സാവുന്നത് വരെ ഇതിൽ തന്നെ സ്വയം കുടുങ്ങിക്കിടക്കുന്നു. അതിനുശേഷം ഭക്തിയുടെ കാര്യം മറ്റുള്ളവരെ പറ്റി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നെപ്പറ്റി ഞാൻ പറയാം, എനിക്ക് സംഭവിച്ചത് പറയാം. പക്ഷേ എഫേർട്ട് എല്ലാറ്റിനുമുപരി ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഭക്തിയുമുണ്ട്, പക്ഷേ ലൗകികത്തെയും ജനങ്ങൾ ഉപേക്ഷിക്കുന്നില്ല. ഈ കുടുംബജീവിതത്തിൽ മരുമകൾ, അമ്മായിമ്മ, ഇവരെപ്പറ്റി താങ്കൾ ഇപ്പോൾ പറഞ്ഞില്ലേ? അതുകൂടാതെ വീട്ടിൽ നല്ല മനസ്സമാധാനമുണ്ടെങ്കിലും അപ്പോഴും മനുഷ്യൻ ഇവയെല്ലാറ്റിലും കുടുങ്ങുന്നു. ലൗകികതയിലും ഭക്തിയോടെ ജീവിച്ച് തൻ്റെ ജീവിതത്തിലെ ലക്ഷ്യത്തെ അവർ പ്രാപ്തമാക്കുന്നു. ആ വ്യക്തി അത് ചെയ്ത് തീർക്കണം. പക്ഷേ ജനങ്ങൾ ഭക്തിയെ വേറിട്ട് നിർത്തി കുടുംബജീവിതത്തെയും നടത്താം, അല്ലേ? ലൗകികം എന്നത് ഡ്യൂട്ടി. ശരിയാണ്, അങ്ങനെയാണ് ഞാൻ കരുതിയിരുന്നത്. നമ്മുടെ ഡ്യൂട്ടി നാം ചെയ്യണം. പക്ഷേ ഈ ഡ്യൂട്ടി എല്ലാം സ്വയം ക്രിയേറ്റ് ചെയ്യുന്നു. ചിലർക്ക് 2 കുട്ടികളുണ്ടാവും, 4-5 കുട്ടികളുണ്ടാവും. ഇതെല്ലാം ഭഗവാൻ തന്നാണെന്ന് പറയുന്നു. പഴി ഒരിടത്ത്, പാവം ഒരിടത്ത്. നാം സാധാരണമായി കരുതും ഭക്തിയോടെ ഇരുന്നാൽ മതി. ഈ ഭക്തിയുടെ സഹായത്തോടെ ആരംഭം മുതൽക്ക് തന്നെ നാം മക്കൾക്ക് വേണ്ടി അധ്വാനിക്കാൻ തുടങ്ങുന്നു. അല്ലെങ്കിൽ മുതിർന്നവർക്ക് വേണ്ടിയും നാം സ്വത്ത് വിഭാഗിക്കുന്നു. അതെല്ലാം കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണല്ലേ. പക്ഷേ ഇപ്പോൾ കുട്ടികൾ ഇവിടെ ദുർലഭമായി കാണുന്നുള്ളൂ. മുടി നരച്ചാലും മുടി കറുപ്പായിരുന്നാലും താങ്കൾ എന്തു പറയുന്നു? ആൻഡ് ഈ സമയത്ത് ലൗകികത്തെ ജനങ്ങൾ ഉപേക്ഷിക്കുന്നില്ല. അവർ അച്ഛൻ, മക്കൾ എന്ന രീതിയിലാണ് ഇരിക്കുന്നത്. ഈ വിധത്തിൽ ലൗകികത്തിൽ അവസാനിക്കുന്നു. ഇപ്പോൾ അവർക്കും മക്കളുണ്ടായി, അവരും കുടുങ്ങിയിരിക്കുകയാണ്. അവരിനി വലുതാവണം, അവരും കുടുങ്ങും, അല്ലേ? ഇങ്ങനെ പോയാൽ എപ്പോഴാണ് ഭക്തി ഉണ്ടാവുക? കുട്ടികൾ എന്നത് പേരിനാണ്, പക്ഷെ ലൗകികമാണ് നടക്കുന്നത്. ഈ കാര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത്? എന്താണ് ഇമ്പോർട്ടൻ്റ്? എങ്ങനെയാണ് ഈ രണ്ടിനെയും ഇൻട്രാക്ട് ചെയ്യുക? നിങ്ങളുടെ ചോദ്യം വളരെ നന്നായിരുന്നു. ഇതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അതെന്താണെന്ന് വെച്ചാൽ, നാം എന്തൊക്കെയോ ആലോചിച്ചു കൊണ്ടിരിക്കുന്നു. അതായത് വയസ്സായ ശേഷം ഭക്തിയെക്കുറിച്ചുള്ള കാര്യത്തെപ്പറ്റി ചിന്തിക്കാമെന്ന്. ഇത് റോങ് ആണ്, ഇത് തെറ്റാണ്. നമുക്ക് അവബോധം തോന്നുമ്പോൾ തന്നെ അത് ചെയ്യണം. യങ് ഏജ് മുതൽ ചെയ്യാൻ തുടങ്ങിയാൽ അതിനേക്കാൾ മികച്ചതായിട്ട് മറ്റൊന്നുമില്ല. നിങ്ങളുടെ മക്കൾ ചെറിയ കുട്ടികളായിരിക്കാം. കൂടാതെ നിങ്ങളുടെ വീട്ടിലെ പരിതസ്ഥിതി വളരെ സ്പിരിച്വലായിരിക്കാം. നിങ്ങൾ പണത്തിൻ്റെ പിന്നാലെ ഓടി പാർട്ടി, സദ്യ, ഇവയുടെയൊക്കെ പുറകെ നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. വിനോദത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചാൽ മക്കളും അതുതന്നെയാണ് പഠിക്കുക. നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾ ഇതെല്ലാം ചെയ്താലും ഒരു ലിമിറ്റോടെ ചെയ്യണം. ഒരിക്കലും നിങ്ങളുടെ ലിമിറ്റ് കടന്നു പോകരുത്. കൂടാതെ ഭക്തി എന്നാൽ മെയിനായിട്ട് എന്താണ്? ഞാനിപ്പോൾ റിയൽ ഭക്തിയെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭക്തിയുടെ ഡെഫിനിഷൻ എന്താണ്? വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് ഭക്തി? ടു അപ്രോച്ച് നിയർ ആൻഡ് നിയർ. അതായത് ആരോടാണോ നിങ്ങൾക്ക് ഭക്തിയുള്ളത് അവരോട് നിങ്ങൾ വളരെ അടുത്ത് കഴിഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾ എന്തുമാത്രം അടുക്കുന്നുണ്ടോ അത്രയും അധികം നിങ്ങൾക്ക് തീർച്ചയായും അതിൻ്റേതായ ബെനിഫിറ്റും കിട്ടുന്നതാണ്. അതിൻ്റെ ഇമ്പാക്റ്റും നിങ്ങൾക്ക് ലഭിക്കും. അത് ലഭിച്ചില്ലെങ്കിൽ നിങ്ങൾക്കതിൻ്റെ പരിപൂർണമായ അർത്ഥം
ഭക്തിയായിരിക്കാം, പക്ഷേ ശരിയായ അപ്രോച്ച് ഇല്ല എന്നാണ് അർത്ഥം. എവിടെയോ തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. മെക്കാനിക്കൽ ഭക്തിയായിരുന്നിരിക്കാം. നാം റിലേറ്റീവിനെ ഒരിക്കലും ഭക്തിയായി കണക്കാക്കുന്നില്ല, പക്ഷേ നമുക്ക് നമ്മുടെ മനസ്സിൽ ഒരു ചിന്തയുണ്ടാവും, അല്ലേ? നാം ഏതു ഭഗവാനെയാണ് ബഹുമാനിക്കുന്നത് അവൻ്റെ മേൽ ഭക്തിയോടെ ഇരിക്കാം. പക്ഷേ അവർക്ക് വേണ്ടി ഇപ്പോൾ നമ്മുടെ മനസ്സിൽ ഇപ്പോൾ ഒരു മനോഹരമായ സങ്കല്പമുണ്ടായിരിക്കും. ആരാണ് ഈ ഭഗവാൻ? അദ്ദേഹം എന്തു പറയുന്നു? അദ്ദേഹം എങ്ങനെ ഉണ്ടാവും? അദ്ദേഹം എന്തൊക്കെ നമുക്ക് നൽകിയിട്ടുണ്ട് എന്നൊക്കെ നാം വിചാരിക്കുന്നു. ബട്ട് ഇന്നറായിരിക്കുന്ന കാര്യമാണത്. അതിനാണ് കൂടുതൽ വാല്യൂ. നിങ്ങൾ അതിൽ ഈ കാര്യത്തെ നിങ്ങളുടെ ജോലികളൊക്കെ ചെയ്തിട്ട്, അതായത് നിങ്ങളുടെ ഡ്യൂട്ടികളെല്ലാം ചെയ്തിട്ട് അത് ഇന്റേണൽ ആയിരിക്കാം. ഭക്തിക്ക് വേണ്ടി നിങ്ങൾ വേറെ സ്പെഷ്യൽ ടൈം ഒന്നും മാറ്റി വെച്ചിട്ടില്ല. സമയം കിട്ടിയില്ലെങ്കിൽ പോലും സാരമില്ല, മനസ്സുകൊണ്ട് നിങ്ങൾക്കിത് ചെയ്തുകൂടെ? പറയൂ. നിങ്ങൾ ജോലി ചെയ്യുമ്പോഴോ, ഡ്രൈവിംഗ് ചെയ്യുമ്പോഴോ, ജോലിക്ക് പോകുമ്പോഴോ, പാചകം ചെയ്യുമ്പോഴോ, എന്ത് ജോലിയായിരുന്നാലും നിങ്ങളുടെ സ്പിരിച്വൽ ജോലിയും ചെയ്യാം. റിച്വൽ ഒരുപക്ഷെ ചെയ്യാൻ പറ്റിയില്ല എന്ന് വരാം, പക്ഷേ സ്പിരിച്വൽ ആയിട്ടുള്ളത് ചെയ്യാമല്ലോ, അല്ലേ? എവിടെയെങ്കിലും ഒരിടത്തിരുന്ന് റിച്വൽസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് പല കാര്യങ്ങളും വേണ്ടിവരും. പക്ഷേ ഭക്തിയിൽ മാത്രം മനസ്സിനകത്ത് ഒരു ചിന്തയുണ്ടായാൽ മതി. കൂടാതെ സ്പിരിച്വലിലും ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. ഞാൻ എപ്പോഴും പറയുന്നത് അതാണ്. മനസ്താപപ്പെടണം, പരിഹാരം ചെയ്യണം, തെറ്റു മനസ്സിലായാൽ പരിഹാരം ചെയ്യണം എന്നൊക്കെ പറയാറുണ്ട്. നമുക്ക് രാവിലെ മുതൽ രാത്രി വരെ ആരെയോ ദുഃഖിപ്പിച്ചിരിക്കുന്നു എന്ന ഒരു അവയർനെസ് ഉണ്ടാവും. ആരെയാണോ ദുഃഖിപ്പിച്ചത് അതിന് പരിഹാരം ചെയ്യണം, മനസ്താപപ്പെടണം. സോ ഇതെല്ലാം നിങ്ങൾ ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും എപ്പോൾ വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും. ദിസ് വിൽ ഓൾ ടുഗദർ റീച്ച് യു. ഇറ്റ്സ് നോട്ട് നെസസറി ദറ്റ് യു ഹാവ് ടു ലൗകികത്തെ വിട്ടാലേ ഇതൊക്കെ ചെയ്യാനാവൂ എന്നൊന്നുമില്ല. യെസ്, നിങ്ങളുടെ റിട്ടയർ ലൈഫ് സപ്പോസ് ആ സ്റ്റേജിലെത്തിയാൽ നിങ്ങളുടെ കടമ അവസാനിച്ചു. അതായത് മക്കളെ പഠിപ്പിച്ചു, ഒരു ജോലിയും കിട്ടിക്കഴിഞ്ഞു, കല്യാണവും കഴിപ്പിച്ചു, അതോടെ നമ്മുടെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും അവസാനിക്കുന്നു. അതിനുശേഷം നിങ്ങളിപ്പോൾ പറഞ്ഞില്ലേ, അത് വാർദ്ധക്യത്തിലേക്ക് പ്രവേശിച്ചാൽ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. സത്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റി നമ്മുടെ മക്കളുടെ കാര്യത്തിൽ മാത്രമാണ്, പേരക്കുട്ടികളുടെ കാര്യത്തിലല്ല. പേരക്കുട്ടികളുടെ റെസ്പോൺസിബിലിറ്റി അവരുടെ മാതാപിതാക്കൾക്ക് ഉള്ളതാണ്, നമ്മുടേതല്ല. ബാക്കി സമയത്ത് നാം സമ്മതിക്കുന്നതെല്ലാം നമ്മുടെ മോഹമാണ്. ആ മോഹത്തിന് ഒരു അവസാനം ഉണ്ടാവില്ല. എൻഡ്ലെസ് ആണ്. എസ്പെഷ്യലി ലേഡീസിന് ഇത് വളരെ കൂടുതലാണ്. മോഹം വളരെ അഭിമാനത്തോടെ കെട്ടിപ്പിടിക്കും. പിന്നീട് വലുതായ ശേഷം അതിനുശേഷം നോക്കിയാൽ അവർക്ക് മുത്തശ്ശിയും വേണ്ട, ആരും അവർക്ക് ആവശ്യമില്ല. ഗേൾ ഫ്രണ്ടും ബോയ് ഫ്രണ്ടും മതി. ഇങ്ങനെ അത് പോയിക്കൊണ്ടിരിക്കും മോഹം കൊണ്ട്. നിങ്ങൾക്ക് മനസ്സിലായോ? അതിനുശേഷം അവരോട് ആരും ചോദിക്കുന്നില്ല. അസുഖം വന്നാൽ മരുന്ന് പോലും വാങ്ങിക്കൊടുക്കുന്നില്ല. അവരെയായിരുന്നു എൻ്റേത് എന്ന് പറഞ്ഞ് കൊഞ്ചിക്കൊണ്ടിരുന്നത്. അപ്പോഴാണ് എല്ലാം അനുഭവിക്കേണ്ടി വരുന്നത്. പറഞ്ഞു കേട്ടിട്ടില്ലേ, എന്തുമാത്രം മോഹം അധികമാണോ അത്രയ്ക്ക് നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരും. മോഹത്തിൽ നിന്ന് നിങ്ങൾ വിമുക്തരായി എന്നിരിക്കട്ടെ, അപ്പോൾ നിങ്ങൾക്ക് ദുഃഖം എന്നത് ഉണ്ടാവില്ല, ഒന്നും അനുഭവിക്കേണ്ടി വരുന്നില്ല. അതിന് ഒരു ലിമിറ്റ് വെക്കണം. ലൗകികവും കുടുംബജീവിതവും നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാക്കുന്നില്ല. കൂടാതെ നിങ്ങളുടെ അധ്യാത്മപാതയ്ക്ക് അതൊരു തടസ്സമായിരിക്കില്ല. അവയ്ക്കെല്ലാം കാരണം മോഹമാണ്. നിങ്ങൾക്ക് മെയിൻ തടസ്സം അതാണ്. കല്യാണം കഴിക്കണമെങ്കിൽ കഴിച്ചോളൂ, നോ പ്രോബ്ലം. കുട്ടികൾ ഉണ്ടാവണമല്ലോ, അല്ലേ? എന്തുമാത്രം ചുമതലാബോധത്തോടെ ഇരിക്കുന്നു അത് നല്ലതാണ്. കുട്ടികൾക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നു, അതിന് ഒരു ലിമിറ്റ് ഉണ്ടായിരിക്കട്ടെ. ഈ കൺട്രിയിൽ, വെസ്റ്റേൺ വേൾഡിൽ ഞാൻ കണ്ടിട്ടുണ്ട്, അവർക്കെല്ലാം അവരുടെ മക്കളാണ് എല്ലാം. പേരൻസിന് അവരുടെ മക്കളാണ് എല്ലാം എന്ന് തന്നെ പറയാം. അവർക്ക് വേണ്ടി ചെയ്യുന്നതിനൊരളവില്ലാതെ പോയിരിക്കുകയാണ്. കൂടുതൽ മോഹമുള്ളത് കൊണ്ടാണത്. പക്ഷേ ഇപ്പോഴുള്ള കുട്ടികൾക്കൊക്കെ എങ്ങനെയാണ്? പേരൻസ് ഇന്ത്യൻ ആണ്, കുട്ടികൾ വെസ്റ്റേൺ ആണ്.
അവർ തന്നെ എല്ലാം ചെയ്യുന്നു, മക്കളെ ഒന്നും ചെയ്യാൻ അനുവദിക്കുന്നില്ല. ദേ ഡോണ്ട്. മക്കൾക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. പേരൻസ് ഇന്ത്യൻ ആയിരിക്കും, പക്ഷേ കുട്ടികൾക്ക് പേരൻസിനോടുള്ള റെസ്പോൺസിബിലിറ്റി അമേരിക്കയിലുള്ളതുപോലെയാണ്. മദേഴ്സ് ഡേ, ഫാദേഴ്സ് ഡേ, വൺസ് ഇൻ എ ഇയർ. എന്നെ കാണാൻ ഒരാൾ വന്നിരുന്നു, ഇന്ത്യയിലെ ഒരു വ്യക്തിയാണ്. അയാൾ പറയും, ഈ വെസ്റ്റേൺ വേൾഡിലെ രീതികൾ എത്ര നല്ലതാണ് എന്ന്. മദേഴ്സ് ഡേ, ഫാദേഴ്സ് ഡേ എല്ലാം ഉണ്ടല്ലോ. എന്തൊരു സ്നേഹമാണ് അവർക്ക്. കണ്ടില്ലേ, മാതാപിതാക്കൾക്ക് ഫോൺ ചെയ്യുന്നു, ഗിഫ്റ്റ് അയക്കുന്നു. ഇവർക്ക് എന്തുമാത്രം വിശാല മനസ്കതയാണ്. നമ്മുടെ രാജ്യത്ത് ഇങ്ങനെയൊന്നും ഇല്ലല്ലോ. എടാ മഠയാ, നമ്മുടേതാണെങ്കിൽ വൺസ് ഇൻ എ ഇയർ ഫാദേഴ്സ് ഡേ അല്ല, മദേഴ്സ് ഡേയും അല്ല. നമ്മുടേത് 365 ഡേയ്സും ഫാദേഴ്സ് ഡേയും മദേഴ്സ് ഡേയുമാണ്. അതാണ് ഇന്ത്യൻ കൾച്ചർ. ഇത് വെസ്റ്റേൺ കൾച്ചറാണ്. നമുക്കിത് മരണം വരെ ഉണ്ടായിരിക്കും. ഫാദേഴ്സ് ഡേ, മദേഴ്സ് ഡേ. ഇവിടെയുള്ള രീതിയാണ് നല്ലതെന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നിയത്? നമുക്ക് ഫാദേഴ്സ് ഡേയും മദേഴ്സ് ഡേയും ആഘോഷിക്കേണ്ട ആവശ്യമില്ല. അത് ഡെയിലി നടക്കുന്നതല്ലേ. ഇവിടെയുള്ളവർക്കാണ് ഫാദേഴ്സ് ഡേയും മദേഴ്സ് ഡേയും ഒക്കെ, പക്ഷെ നമുക്കിത് ഡെയിലി ഉണ്ട്. എല്ലാറ്റിനും ഒരു ലിമിറ്റ് വെക്കണം. മകൻ ഒരെണ്ണം ചോദിച്ചാൽ 10 എണ്ണം വാങ്ങിക്കൊടുക്കുന്നു. അതിൻ്റെ ആവശ്യം എന്താണ്? അങ്ങനെ എന്തെങ്കിലും ചോദിച്ചാൽ ബ്രേക്ക് ഇടൂ. ഇപ്പോൾ പണമില്ല എന്നവനോട് പറയൂ. പണം ഉണ്ടാവുമ്പോൾ ഞാൻ തന്നെ വാങ്ങിത്തരാം. ഇപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞ് അവന് വാങ്ങിക്കൊടുക്കുന്നു. എല്ലാവർക്കും അഭിമാനമാണ്. എൻ്റെ മകൻ ഇത് ചോദിക്കുന്നു, അത് ചോദിക്കുന്നു. അവൻ അതിനെക്കുറിച്ച് ചോദിക്കാൻ അറിയില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെ അഭിമാനിക്കുന്നത്? കരാട്ടെ പഠിക്കുന്നുണ്ട്, നീന്തൽ പഠിക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? വെള്ളത്തിൽ വീണ് എഴുന്നേറ്റാൽ അവനത് സ്വയം പഠിച്ചിട്ട് പോകുന്നു. ഇപ്പോൾ എന്താണ് ഇത്ര ധൃതി? വലുതായാൽ അവനെല്ലാം താനെ പഠിക്കുന്നു. അവൻ എന്തൊക്കെയോ നേടുമെന്ന് കരുതി 4 പ്രാവശ്യം കാർ ഡ്രൈവർ അവനെ പോയി കൂട്ടിക്കൊണ്ടുവരുന്നതെല്ലാം എന്തിനാണ്? അതൊക്കെ വിട്ടേക്കൂ. പഠിക്കട്ടെ, വിട്ടേക്കൂ. നിങ്ങൾ എന്തിനാണ് അതൊക്കെ തലയിൽ ചുമക്കുന്നത്? മറ്റുള്ളവരെല്ലാം അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് കരുതി നമ്മളും അങ്ങനെ ചെയ്യണം എന്നെന്തെങ്കിലും നിയമമുണ്ടോ? പറയൂ. വലുതായ ശേഷം പഠിച്ചോട്ടെ. ആ കോമ്പറ്റീഷനിൽ ചേരണം. ആദ്യം പഠിപ്പിൽ കോൺസെൻട്രേറ്റ് ചെയ്യട്ടെ. നല്ല ഗ്രാജുവേഷൻ മാർക്ക് വാങ്ങി നല്ല രീതിയിൽ ഡിഗ്രി വാങ്ങട്ടെ. അത് മതി. ബാക്കി എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്തു കൊടുക്കൂ. എല്ലാറ്റിലും തലയിട്ട് ഇതിൽ ഫസ്റ്റ് അതിൽ ഫസ്റ്റ് എന്നൊക്കെ വാങ്ങാൻ സാധിക്കുമോ? ഡാൻസ് ക്ലാസ്സിന് പോകണം, മ്യൂസിക് ക്ലാസ്സിന് പോകണം. ഒടുവിൽ കുട്ടികൾ നിങ്ങളെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കും. എല്ലാറ്റിനും ഒരു പരിധി ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ പിന്നീട് കരയേണ്ടി വരും. എൻ്റെ മകൻ ഔട്ട് ഓഫ് കൺട്രോൾ ആണ്. ഔട്ട് ഓഫ് കൺട്രോൾ ആക്കിയത് ആരാണ്? നിങ്ങളല്ലേ അങ്ങനെ ചെയ്തത്? സ്നേഹത്തോടെ ഇരിക്കാം. സ്നേഹവും മമതയും തീർച്ചയായും ഉണ്ടായിരിക്കേണ്ട കാര്യം തന്നെയാണ്. സ്നേഹിക്കുന്നത് കൊണ്ട് നാം യഥാർത്ഥ സ്നേഹം അവർക്ക് നൽകിയാൽ അവർക്ക് മറ്റൊന്നിൻ്റെയും ആവശ്യമുണ്ടാവില്ല. പക്ഷെ ആർക്കും യഥാർത്ഥ സ്നേഹമെന്നൊന്നില്ല. ഒരു പേരൻസിനും അതില്ല. എന്താണ് യഥാർത്ഥ സ്നേഹം? വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് റിയൽ ലവ്? അധികമാവാത്തതും കുറയാത്തതുമായി സ്നേഹമുണ്ടായാൽ എപ്പോഴും ഒരേ തോതിലുള്ള സ്നേഹത്തെയാണ് യഥാർത്ഥ സ്നേഹമെന്ന് പറയുന്നത്. അത് ഇൻക്രീസും ആവില്ല, ഡിക്രീസും ആവില്ല. ത്രൂ ഔട്ട് സെയിം ആയിരിക്കും. മകൻ നല്ല ഗ്രേഡ് മാർക്ക് വാങ്ങി വന്നാൽ ഭയങ്കര സന്തോഷം. പാർട്ടിയൊക്കെ കൊടുക്കും. ഉടനെ എൻ്റെ മകൻ ഇത് ചെയ്തു, എൻ്റെ മകൻ അത് ചെയ്തു, സയൻസ് വളരെ നന്നായി പഠിക്കുന്നുണ്ട്, മെഡിക്കലിന് പഠിക്കാൻ പോകുന്നു, അവന് ഗിഫ്റ്റായിട്ടൊരു കാർ വാങ്ങിച്ചു കൊടുക്കുന്നു. പക്ഷേ അവനത് 4 ദിവസം കൊണ്ട് ഉടച്ചു കൊണ്ടുവന്നാൽ എന്താ ചെയ്തത്? അവനെ വഴക്ക് പറയും. അപ്പോൾ അവനെ പ്രശംസിച്ചതെല്ലാം എവിടെ പോയി? അവൻ്റെ സ്കൂൾ കോളേജ് സർട്ടിഫിക്കറ്റ്സ് മാത്രമേ നാളെ അവൻ്റെ ജീവിതത്തിൽ തുണയായിട്ടുണ്ടാവുകയുള്ളൂ. നിങ്ങളുടെ പ്രശംസ 4 ദിവസം കൊണ്ട് അവസാനിച്ചു. എന്തുപറ്റി? സ്നേഹം അധികമായി, കാറ് ഉടഞ്ഞുപോയി, അതിൻ്റെ കാര്യം തീർന്നു. ഇങ്ങനെ എന്തൊക്കെയാണ് നടക്കുന്നത്? ഇതൊന്നും യഥാർത്ഥ സ്നേഹത്തിൽ ഉൾപ്പെടുത്താനാവില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ, യഥാർത്ഥ സ്നേഹം ആർക്കാണോ ഉള്ളത്, ആരുടെ മേലാണോ യഥാർത്ഥ സ്നേഹമുള്ളത്, അവർ ചെയ്യുന്ന തെറ്റുകൾ മാത്രം ആർക്കും അറിയില്ല. അതാണ് യഥാർത്ഥ സ്നേഹം. ചിലപ്പോൾ സഹോദര സ്നേഹം കാണിക്കാൻ രാഖി, രക്ഷാബന്ധൻ ഇതൊക്കെയുണ്ട് അല്ലേ? രാഖി കെട്ടുന്ന ദിവസമുണ്ട്.
നമ്മുടെ നാട്ടിൽ ഗുരു പൂർണിമ, അതായത് ഗുരുവിൻ്റെ ദിവസമുണ്ട്. അതുപോലെ മറ്റൊരു പോയിന്റുമുണ്ട്, യഥാർത്ഥ സ്നേഹം എന്ന് പറയാൻ. നമുക്ക് ആരോടാണോ യഥാർത്ഥ സ്നേഹമുള്ളത് അവരിൽ നിന്ന് നമുക്ക് എക്സ്പെക്റ്റേഷൻ ഒന്നും ഉണ്ടാവില്ല. നോ എക്സ്പെക്റ്റേഷൻ. സ്നേഹം കൊടുക്കണം. സ്നേഹം കൊടുക്കുന്ന വിഷയത്തെപ്പറ്റി പഠിപ്പിക്കുന്നു, വാങ്ങുന്നതിനെ പറ്റിയല്ല. നമുക്ക് സ്വന്തം മക്കളിൽ നിന്ന് യാതൊരു എക്സ്പെക്റ്റേഷനും ഇല്ലല്ലോ, പക്ഷേ നാം അവരെ പറ്റി ഒരു വലിയ ലിസ്റ്റ് തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. എൻ്റെ മകൻ എ ഗ്രേഡിൽ പാസ്സാവണം, ഉയർന്ന വിദ്യാഭ്യാസം നേടണം, മെഡിക്കൽ കോളേജിൽ പഠിക്കണം, എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കണം, ഇത് ചെയ്യണം, അത് ചെയ്യണം, ഇത്ര പഠിക്കണം, അവൻ ഉയർന്ന നിലയിലെത്തണം എന്നൊക്കെ ചിന്തിക്കുന്നു. ഇങ്ങനെയുള്ള എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്. ഇങ്ങനെയെല്ലാം കരുതുന്നത് കൊണ്ട് അത് യഥാർത്ഥ സ്നേഹമാവില്ല. സ്നേഹം, ഇത് സ്നേഹം എപ്പോഴാണ് ഉണ്ടാവുക? നാം നമ്മുടെ ബന്ധുക്കൾ, മക്കൾ ഇവരെല്ലാം നമ്മുടേതാണെന്ന് കരുതുമ്പോഴാണോ? എക്സാക്ട്ലി. ഭഗവാന്റെ പ്രതിമയില്ലേ, ഭഗവാൻ അതിനകത്തുണ്ട്. എക്സാക്ട്ലി. ഇങ്ങനെയുള്ള ഒരു നല്ല കാഴ്ചപ്പാടുണ്ടാവാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ഞങ്ങൾ ജ്ഞാനദീക്ഷ നൽകുന്നത്. ജ്ഞാനദീക്ഷയിലൂടെ എല്ലാവരുടെയും ഉള്ളിൽ ശുദ്ധാത്മാവുണ്ട് എന്ന് മനസ്സിലാവും. ഇവർ നമ്മുടെ മക്കളല്ല, ഇവർ നമ്മുടെ കഴിഞ്ഞ ജന്മത്തിലെ കടമാണ് എന്ന് മനസ്സിലാവും. നമ്മുടെ ഏത് ബന്ധുക്കളും ശരി, നാം ആരെ കണ്ടാലും ശരി, അവരെല്ലാം ഒരുതരം അനുബന്ധമുള്ളവരാണ്, കടക്കാരാണ്. വാങ്ങിയ കടം അടയ്ക്കാനായി ഈ ജന്മത്തിൽ വന്നിരിക്കുകയാണ്. വാങ്ങിയ കടമെല്ലാം കൊടുത്തു തീർത്ത ശേഷം നമുക്ക് ഭക്തിപാതയിലേക്ക് മാറാം. അതാണ് നമ്മുടെ ഗോൾ. നാം എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നാം ഇത് നമ്മുടെ മകനാണ്, മറ്റുള്ളവരോട് നമ്മുടെ മകൻ ചെയ്യുന്ന കുറ്റം കവർ ചെയ്യാൻ ശ്രമിക്കുന്നു. അത് മറ്റുള്ളവരുടെ മേൽ ചുമത്തുന്നു. ഇതുപോലെ നാം പറയുന്ന നുണയും ശരിയാണെന്ന് കവർ ചെയ്യാൻ ശ്രമിക്കുന്നു. അതായത് നാം എൻ്റേത് നിൻ്റേത് എന്നൊന്നും വിട്ടുകളയുന്നില്ല. അതെ അതെ, സത്യമാണ്. നാം എപ്പോഴാണ് എൻ്റേത് നിൻ്റേത് ഉപേക്ഷിക്കുന്നത്, അത് മായയാണ്. അപ്പോൾ ഭക്ഷി എന്നത് എവിടെയാണ് ഉണ്ടാവുക? നാം ചിന്തിച്ചുകൊണ്ടിരിക്കും, വാഹനം ഓടിക്കുമ്പോൾ ജയ് സച്ചിദാനന്ദ, ജയ് സച്ചിദാനന്ദ, അങ്ങനെ എത്ര വേണമെങ്കിലും പറയാം. അതിൻ്റെ ആക്ഷൻ ഉണ്ടാവാത്തപ്പോൾ എന്താണ് ഫലം? പാറയുടെ മേലെ ഒഴിച്ച വെള്ളം അത് പോലെയല്ലേ? തന്നെയാണ് ഞങ്ങളും പറയുന്നത്. വെറുതെ വാക്കുകൾ കൊണ്ട് മാത്രം പ്രവർത്തിയാൽ ഒന്നുമില്ല. ഉള്ളിൽ നിന്ന് അത് വരണം. ഉള്ളിലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം. അണ്ടർസ്റ്റാൻഡിങ് വന്നു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ, യഥാർത്ഥമായി മനസ്സിലാവണം, നോട്ട് ഇൻ ഇൻ്റലക്ച്വൽ. ഇത് നിങ്ങളുടെ ഉള്ളിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കും. അതിനുശേഷം എല്ലാം ആക്ഷനിലാവുന്നു. ഉള്ളിൽ നിന്ന് ഒരു അവെയർനെസ് ഏർപ്പെടുന്ന വിഷയമാണിത്. ഇൻറ്റേർണൽ അവെയർനെസ്. അതാണ് നിങ്ങൾ അച്ചീവ് ചെയ്യേണ്ട കാര്യം. അതിനുശേഷം എല്ലാം എളുപ്പമാവും. പുറത്തുനിന്ന് നിങ്ങൾ എത്ര വേണമെങ്കിലും ഇൻ്റലക്ച്വലായി ചെയ്താലും അത് അധിക നേരം നിലനിൽക്കില്ല. അത് കുറച്ചു നേരമേ നിൽക്കുകയുള്ളൂ. അത് ബ്രേക്ക് ഡൗൺ ആവും. പക്ഷേ ഈ അവേക്കനിങ് ഉണ്ടായി അതൊരു അവെയർനെസ്സോടെ ചെയ്താൽ അതെപ്പോഴും നിലനിൽക്കും. ഇൻറ്റേർണൽ, അതാണ് ആവശ്യം. ഉള്ളിൽ നിന്നുണ്ടാവണം. അത് ഉള്ളിൽ നിന്ന് ഉണർത്തേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾക്കത് സ്വയം ചെയ്യാനാവില്ല. അത് ഞങ്ങളെപ്പോലെയുള്ളവരുടെ ജോലിയാണ്. ഞങ്ങൾ നിങ്ങൾക്കത് ചെയ്തു തരും. ഞങ്ങളത് ചെയ്തു തരുമ്പോൾ അത് നിങ്ങൾക്ക് ഈസി ആയിരിക്കും. നിങ്ങൾക്ക് മനസ്സിലായോ? സന്യാസിമാരുടെ കാലുകളിൽ ഇരുന്നാൽ ഒരു കാര്യം മനസ്സിലാവുന്നു. എന്നാലും ചിലർ അറിയാതെ അന്ധവിശ്വാസത്തെ മുറുക്കെ പിടിക്കുന്നു. അതായത് ഇൻ്റലക്റ്റ് ഇത് യൂസ് ചെയ്യുന്നില്ല, ബ്ലൈൻഡ് ഫെയ്ത്ത് ആവുന്നു. ഇൻ്റലക്റ്റ് ആയി ചെയ്താൽ ഒന്നും ലഭിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ അതുകൊണ്ടാണ് പറയുന്നത്, ബുദ്ധി പറയുന്നതനുസരിച്ച് പോവാൻ പാടില്ല, വെറുതെ മണ്ടത്തരത്തിലും പോവാൻ പാടില്ലെന്ന്. എക്സ്പീരിയൻസ് കൊണ്ട് നിങ്ങൾ പോവണം. എനിക്ക് അനുഭവമുണ്ടായാൽ അവിടെ ഇൻ്റലക്റ്റിൻ്റെ ആവശ്യം വരുന്നില്ല. അവിടെ
ബ്ലൈൻഡ് ഫെയ്ത്തിൻ്റെ ആവശ്യമുണ്ടാവുന്നില്ല. ഞങ്ങൾ ഒരിക്കലും ആരോടും ഇങ്ങനെ പറയാറില്ല, എപ്പോഴും ഞങ്ങളെക്കുറിച്ച് ശ്രദ്ധ പതിപ്പിക്കണം എന്ന്, അഥവാ മറ്റുള്ളവരെക്കുറിച്ച് ശ്രദ്ധിക്കൂ എന്ന്. ശ്രദ്ധ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വസ്തു അല്ല എന്നറിയണം. ശ്രദ്ധ തന്നെത്താൻ ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഒരു അനുഭവം ഉണ്ടായാൽ താനേ ശ്രദ്ധ ഉണ്ടായിക്കൊള്ളും. ആ ശ്രദ്ധ നിങ്ങളുടെ പക്കൽ എപ്പോഴും സ്ഥിരമായി ഉണ്ടാവും. അല്ലാതെ അത് നിങ്ങൾക്കുണ്ടായിട്ട് ഒരു ഫലവും ഉണ്ടാവില്ല. അതിൻ്റെ ആവശ്യവുമില്ല. ഓക്കേ.